ആ ഇലയും തൊലിയും കൂടെ എടുത്തരോ ഞാൻ. 15, 30, 35, 40. അവിടെ ഒന്ന് 40. ആ, ഒരു പാക്കറ്റ് ബീഡിയും ഒരു തീപ്പെട്ടിയും വേണം. 30, 15, 15. ആ നിലവില് ഇവിടെ എവിടുത്തെ പറ്റെന്ന് പറഞ്ഞേ? ആ 350. തെരിക്കൊത്തുമാന്റെ പറ്റില്ല എഴുതിക്കോ. കുമാരകന്റെ പറ്റോ? അതിന് അവനിവിടെ പറ്റുകഞ്ഞൊന്നുമില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞിട്ടാ ഞാൻ കാപ്പ് കുടിച്ചേ. അവന്റെ തന്തയുടെ വകയൊന്നുമല്ല കട കേട്ടോ. മര്യാദ കാശ് എന്നിട്ട് പോടാ. കിലിക്കത്ത് കുമാരകന്റെ പറ്റുപോല്. എന്റെ കാശെല്ലാം അവൻ പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഇവിടെ കയറി കാപ്പ് കുടിച്ചോളാൻ പറഞ്ഞു. ഓ ദൈവമേ, ആ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റ്. ആ വെട്ടിയെത്തി അച്ഛന്റെ കെയറോഫിലാ അവന്റെ ജാടയും പോസും ഒക്കെ. ഏതായാലും നിന്നെ ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ലടാ. അടക്കടാത്തോട്ടെ. ഞാൻ പോവാ. എവിടെ പോന്നു? ഞാൻ പോവാ. ഇങ്ങോട്ട് ഇത് എന്റെ സ്വന്തം ബെഡ്റൂം. ധൈര്യമായിട്ട് വാളിയാ. ഇത് എന്റെ സ്വന്തം ബെഡ്. ഇത് എന്റെ സ്വന്തം ഭാര്യ. ഇത് ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആരും ശല്യം ചെയ്യരുത്. നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നുറങ്ങാം. ഇതാണ് നമ്മുടെ റൂം. സാറല്ല, സ്വന്തം അളിയൻ. എന്നാ അളിയൻ കിടന്നുറങ്ങ. അത് പറ്റില്ല, അത് പറ്റില്ല. നീ എന്റെ ജീവൻ രക്ഷിച്ചവനാണ്. നീ എന്റെ ആത്മസുഹൃത്താണ്. നീ എന്റെ എല്ലാമാണ്. നീ പോകരുത്. എന്നോടൊപ്പം കിടന്നുറങ്ങണം. ഞാൻ പോയിട്ട് നാളെ പോയിട്ട് നാളെ നീ വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ പോകുന്നതിന്റെ പുറകെ ഞാനും ആ കുളത്തിൽ ചാടി ആത്മഹത്യ. പോടാ. ഞാൻ തറയിൽ കിടക്കാം. കട്ടിൽ കിടക്കാം. വിടല്ലേ എന്നെ പിടിക്കാം.